മോയിൻ മാപ്പിള അക്കാദമി ഭാരവാഹികൾ, മെമ്പർമാർ, അതുമായി ബന്ധപ്പെട്ട സഹോദരി സഹോദരന്മാർ, ഇവിടെ വൈദ്യ മഹോത്സവവുമായി ബന്ധപ്പെട്ട സംഘാടക സമിതി അംഗങ്ങൾ, കലാസ്നേഹികളെ, സുഹൃത്തുക്കളെ, ഇങ്ങനെ ഒരു വൈദ്യ മഹോത്സവത്തിൽ ഇങ്ങനെ ഒരു പരിപാടി അത് വൈദ്യ അക്കാദമിയിലെ ഒരംഗം എന്ന നിലയിൽ അത് അവതരിപ്പിക്കുന്നതിലേറെ സന്തോഷമുണ്ടെങ്കിലും വളരെ ഗൗരവമായ ഒരു സംഗതിയാണ് എനിക്കറിയാമെങ്കിൽ, പ്രത്യേകിച്ച് എന്നെ നിങ്ങൾക്കറിയാം, ഞാൻ പാടുന്ന ആളല്ല, പറയുന്ന ആളാണ്. അത് ഇങ്ങനെയൊരു ചരിത്രം പറയുമ്പോൾ സ്വാഭാവികമായി പാട്ടും മറിച്ചിലും എന്ന രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ ഒരു മികച്ച പെർഫോമർ അല്ല എന്നുള്ളതിൻ്റെ ഒരു പ്രശ്നം ഇതിലുണ്ട്. പക്ഷേ നമ്മൾ പ്രസംഗത്തിൽ പറയുന്നത് പോലെയല്ല, പാടുന്നത് പോലെയല്ല ഇത്, അതും എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ പാട്ടിൻ്റെ സാങ്കേതികമായ കാര്യങ്ങളെക്കുറിച്ച് അധികം ആലോചിക്കരുത്. ഇത് പലപ്പോഴായിട്ട് ടി.കെ. ഹംസക്കയെ പോലെ മാപ്പിളപ്പാട്ടിൻ്റെ ചരിത്രം പറയുന്ന വിജയകുട്ടി മാഷ പോലെയുള്ള ആളുകളിൽ നിന്ന് നിങ്ങൾ കേട്ട കാര്യങ്ങൾ അത് രണ്ട് ഉപകരണങ്ങളുടെ അകമ്പടിയോടുകൂടി അവതരിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ കൂടെ പ്രിയപ്പെട്ട ഈ അക്കാദമിയിലെ അധ്യാപകൻ, പ്രശസ്തനായ സംഗീത സംവിധായകനുമായ അഷ്റഫ് മഞ്ചേരി, പ്രിയപ്പെട്ട കോഴിക്കോട് സ്വദേശിയായ തബലിസ്റ്റ് നിസാറുമാണുള്ളത്. അപ്പോൾ ഇതൊരു എൻ്റർടൈൻമെൻ്റ് അല്ല ഒരർത്ഥത്തിൽ, ആ രീതിയിൽ ഇതിലെടുക്കാവുള്ളൂ എന്ന് ആദ്യമേ പറയുകയാണ്. കുറച്ച് സമയം മാപ്പിളപ്പാട്ടിനെ കുറിച്ചുള്ള സംസാരമായി ഇടയ്ക്ക് പാട്ടുമായി നമുക്കിതിനെ ഒന്നിച്ചിരിക്കാൻ കൂടുതൽ സമയമൊന്നും എടുക്കില്ല. അതിനിടയിൽ മാപ്പിളപ്പാട്ട് സംബന്ധിച്ചുള്ള അതിൻ്റെ വിശലകളുടെ കഥ പരമാവധി നമ്മളിവിടെ സഞ്ചരിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുകയാണ്. മാപ്പിളപ്പാട്ടിന് നമുക്കറിയാം ഒരു പാട്ട് മാത്രമല്ല, അത് സാഹിത്യ സംഗീത ശാഖയാണ്. സംഗീതത്തിനൊപ്പം തന്നെ അതിൻ്റെ വരികൾക്കും ഏറെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് മാപ്പിളപ്പാട്ട് ഇത്ര ശ്രദ്ധേയമാവുന്നത്. കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ലോകത്ത് എല്ലാ ജനവിഭാഗങ്ങൾക്കിടയിലും പ്രദേശങ്ങളിലും മാപ്പിളപ്പാട്ട് പോലെയുള്ള പാട്ടുകൾ ഓരോ സമൂഹത്തിൻ്റെതായി ഉണ്ട്. നാടൻപാട്ട് വിഭാഗത്തിലുണ്ട്, മറ്റ് പല വിഭാഗങ്ങളിലും ഓരോ ഭാഷക്കുണ്ട്, ഓരോ പ്രദേശത്തിലുണ്ട്, ഓരോ സമൂഹത്തിലുണ്ട്. മാപ്പിളപ്പാട്ടും അതിൻ്റെ വളർച്ചയും അതിൻ്റെ ഉത്ഭവവും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ആളുകളുമായി ഏറെ സംവദിക്കുന്ന ഒരു തലം ഈ പാട്ടുകൾക്കുണ്ട്. അതുകൊണ്ടാണ് ഈ മേഖലയിൽ ഒരുപാട് ചർച്ചകൾ നടക്കുന്നത്, ഒരുപാട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്, ഒരുപാട് ആലോചനകൾ നടക്കുന്നത്, വിവാദങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ്. മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് ഈ പാട്ടുകളൊക്കെ ഉണ്ടായത്. അതിൽ ഭക്തിയുണ്ട്, പ്രണയമുണ്ട്, നേരം പോക്കുകളുണ്ട്, ഉത്ബോധനങ്ങളുണ്ട്, സങ്കടങ്ങളും സന്തോഷവുമുണ്ട്, മാത്രമല്ല സമരമുണ്ട്, എല്ലാ തരത്തിലുണ്ട്. മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ ആവിഷ്കാരങ്ങളെയും ഇത് ഉൾക്കൊണ്ടിട്ടുണ്ട്. പാട്ടിനൊരു ഉത്ഭവം എന്ന് നമുക്ക് ഒരു കൃത്യ ദിവസം വെച്ച് പറയാനൊന്നും പറ്റില്ല. മാപ്പിളപ്പാട്ടിലെ ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് മൊഹീദ്ദീൻമാരെയാണ്. അത് കണ്ടെടുക്കപ്പെട്ട രേഖകൾ വെച്ചാണ്. അതിനർത്ഥം അതിനു മുമ്പ് ഇതേപോലെ ഒരു പാട്ടില്ല എന്നൊന്നും പറയാൻ കഴിയില്ല. 1607 മൊഹീദ്ദീൻമാല ഉണ്ടായതെന്നാണ് മൊഹീദ്ദീൻമാലയിൽ തന്നെ പറയുന്നത്. കൊല്ലം 182 ഞാൻ ഓർത്തേ ഈ മാലയെ 155 വളരെ എളുപ്പമാണ് ക്രിസ്തുവർഷവുമായി അതിനെ കണക്കുകൂട്ടാൻ. 824 825 ആണ്. ഇപ്പോൾ 2025 ആണെങ്കിൽ കൊല്ലവർഷം 1201. അത്രയ്ക്ക് എളുപ്പമായിട്ടാണ് അത് കണക്ക് കൂട്ടുന്നത്. 826 825 ആണ് വ്യത്യാസം. അത് വെച്ചാണ് 1607 ആദ്യത്തെ മാപ്പിളപ്പാട്ട് ഉണ്ടായതെന്ന്, മൊഹീദ്ദീൻമാർ ഉണ്ടായതെന്ന് നമ്മൾ പറയുന്നത്. സങ്കീർണമായ പദപ്രയോഗങ്ങളൊന്നും ആ പാട്ടുണ്ടായിരുന്നില്ല. സാധാരണക്കാരൻ്റെ ഭാഷയിലാണ് ആ പാട്ട് സംസാരിച്ചത്. ആ കാലഘട്ടത്തിൽ വിജ്ഞാനം നേടുന്നതിന് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അറിവ് സമ്പാദിക്കുന്നതിന് വേണ്ടിയുള്ള മാർഗങ്ങൾ, മതവേദികളോ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളോ ക്ലാസ്സുകളോ ഒക്കെ തന്നെയാണ്, വേദികളോ ആണ്. അതുകൊണ്ട് തന്നെ പുണ്യപുരുഷന്മാരെ കുറിച്ച്, പുണ്യവനിതകളെ കുറിച്ചൊക്കെ മത സദസ്സുകളിൽ നിന്ന് കേട്ട അറിവുകൾ മാത്രമാണ് കാലത്തുണ്ടായിരുന്നത്. കോഴിക്കോട് ഖാദി മുഹമ്മദ്, അദ്ദേഹം 25ഓളം ഗ്രന്ഥങ്ങൾ വിധിച്ച വലിയ മഹാനാണ്.
ഫത്തുഹുൽ മുബീൻ, ഫത്തുഹുൽ മുബീൻ അല്ല, ഫത്തുഹുൽ മുബീൻ എന്ന സാമ്രാജ്യത്വ വിരുദ്ധ മനോഭാവം വളർത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പ്രചോദിപ്പിക്കുന്നതിന് വേണ്ടി ഒരു അറബ് കാവ്യം അദ്ദേഹം എഴുതിയിട്ടുണ്ട്, പല കൃതികളും എഴുതിയിട്ടുണ്ട്. അങ്ങനെ പ്രഗത്ഭനായ ഒരു പണ്ഡിതനായിരുന്നു ഖാദി മുഹമ്മദ്. ഖാദി മുഹമ്മദ് എഴുതിയ മുഹീദ്ദീൻമാല അല്ലാഹു പേരും തുതിയും സലാവാത്തും അതിനാൽ കൂടൽപോവാൻ അരുൾ ചെയ്തേ യമൻകെട്ട് ഇശയിലാണ് ഇത്. ഇപ്പോഴും നമ്മുടെ പല മാപ്പിളപ്പാട്ടുകളിലും ഈ ഈണമുണ്ട്, ഈ വൃത്തമുണ്ട്. മാപ്പിളപ്പാട്ടിൻ്റെ ഇശയിൽ എന്ന് പറഞ്ഞാൽ സംഗീതമല്ല, അത് അളവാണ്, മീറ്ററാണ്, വൃത്തമാണ്. അതുകൊണ്ട് ഈ ഒരു ഇശയിലുള്ള ഒരുപാട് പാട്ടുകൾ നമുക്ക് ഇപ്പോഴുണ്ട്. ഇപ്പോൾ വളരെ പ്രസിദ്ധമായ ചില പാട്ടുകൾ ശരികളൊന്നും പരിചയപ്പെടുത്തുന്നതാണ്. അത് വേറെ രീതിയിൽ ഔക്കാക്കാൻ ട്യൂൺ ചെയ്തതാണ്. പടപ്പ് പാടപ്പോട് ഈശ്വരത്തിൽ നിന്നോട് പാടുന്നില്ല, ഇത് ശാന്തഭാഷ ട്യൂൺ ചെയ്തപ്പോൾ പടപ്പ് പാടപ്പോട് ഈശ്വരെന്ന് പറയുന്നത് വലിയൊരു ഗൗരവമായ കാര്യമായിട്ട് നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു സംഗതിയൊന്നുമല്ല എന്ന് നിങ്ങൾ ബോധ്യപ്പെടുത്താനാണ് പറയുന്നത്. ചില സംഗീത സംവിധായകന്മാർ അവരുടെ രീതിക്ക് അവരുടെ ഒരു ടാലന്റ് അനുസരിച്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ പാട്ടിന്റെ ഭാവത്തിനനുസരിച്ച് വരികൾക്കനുസരിച്ച് ചെയ്യുന്ന ഒരു ട്യൂണാണ് ഇതൊക്കെ മാറി. ഇത് യമൻകെട്ട് എന്നാണ് സാധാരണഗതിയിൽ ഈശ്വരന് പറയാൻ. കുറേ മാലപ്പാട്ടുകൾ ഇങ്ങനെ തന്നെയാണ്. ദീപായി മാലയുണ്ട്, മഞ്ഞപ്പുറം മാലയുണ്ട്, ഇങ്ങനെ മാലപ്പാട്ട്. ആ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള മാലപ്പാട്ടുകൾ വളരെ സജീവമായിരുന്നു. മഞ്ഞപ്പുറം മാല വളരെ പ്രസിദ്ധമാണ്. ഇപ്പോഴും ഈ 400 ചില്ലാനം വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഈ മുഹീദ്ദീൻമാലയുടെ ഈണമൊക്കെ ഇപ്പോഴും തെരഞ്ഞെടുപ്പിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. കാരണം അത് ജനങ്ങൾ അത്രക്ക് ജനങ്ങൾക്ക് സ്വീകാര്യമാക്കുന്ന ഈണവും താളോതിരമുണ്ട്. എം.എൻ. കാരശ്ശേരി മാഷും കുട്ടി മാഷും ഒക്കെ ബഷീറിനെ കുറിച്ച് മാല എഴുതിയിട്ടുണ്ട്. ദേശത്തിനൊളിവായി വന്ന് വീരം തോരു വൈക്കം ബഷീറുണ്ട് മാലമണിയുന്നു ചില്ലിന്റെ ചേരുള്ള തെങ്കും കഷണിയും വിസ്താരവുമുള്ള നെറ്റിയുടയവർ. കാരശ്ശേരി മാഷ് എഴുതിയതാണ്. അപ്പൊ ഇപ്പോഴും നമ്മുടെ ഈ ഒരു 4 നൂറ്റാണ്ടിന് ശേഷവും ഈ ഈണമൊക്കെ നമ്മൾ കൊണ്ടു നടക്കുന്നു. തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഈ പാട്ടിന്റെ ഈണത്തിൽ ഇപ്പോഴും പാട്ടുകൾ സ്ഥാനാർത്ഥികളുടെ പേരിലൊക്കെ അവതരിപ്പിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്.
കുറെ കാലം ഇങ്ങനെയുള്ള മാനപ്പാട്ടുകളുടെ ഒരു ലോകത്തായിരുന്നു മാപ്പിളപ്പാട്ടിന്റെ സാഹിത്യം.